മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കാനുള്ള ഒരു വഴി മനസ്സിനെ എല്ലായ്പ്പോഴും ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. ഭക്തരെ, നിങ്ങൾ അനുഭവിച്ച വേദനകൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നു. നിങ്ങൾ നേരിട്ട വഞ്ചനകൾ നിങ്ങളെ കൂടുതൽ വിവേകമുള്ളവരാക്കുന്നു. നിങ്ങൾ അനുഭവിച്ച നിരാശകൾ നിങ്ങളെ കൂടുതൽ വിദഗ്ധരാക്കുന്നു. നിങ്ങൾ ആർജിച്ചെടുത്ത അനുഭവജ്ഞാനം നിങ്ങളെ കൂടുതൽ ബുദ്ധിമാന്മാരാക്കുന്നു. നിങ്ങൾ നേടിയ വിജയം ജീവിതത്തിലുടനീളം സന്തോഷം നൽകുമെന്നുറപ്പില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിനെ സന്തോഷമാക്കി വയ്ക്കണം. കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. മനുഷ്യർക്ക് എല്ലാറ്റിൻ്റെയും വില അറിയാം, എന്നാൽ മൂല്യമറിയില്ല. ബന്ധങ്ങൾ എല്ലായ്പ്പോഴും ഒരു തണൽ ആകണം. പകരം പൊള്ളുന്ന ചൂടാണ് ലഭിക്കുന്നതെങ്കിൽ ആ ബന്ധം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമായിരിക്കും. കൂടെയുണ്ട് എന്ന വാക്കിലല്ല, കൂടെയുണ്ട് എന്ന തോന്നലാണ് ഓരോ ആളുകളും മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരാകുന്നത്. ജീവിതത്തിൽ സ്നേഹം ഭയം കൊണ്ടോ അഭിനയം കൊണ്ടോ ആകരുത്, മനസ്സു നിറഞ്ഞ യാഥാർത്ഥ്യമാകണം. ആർക്കു വേണ്ടിയോ എന്തിനു വേണ്ടിയോ ജീവിതം ഹോമിക്കുകയും ഭയന്ന് ജീവിക്കുകയുമാണെങ്കിൽ ജീവിതം അർത്ഥശൂന്യമാകും. ഭക്തരെ, സ്വന്തം ആവശ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്നവരുടെ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കുക. കാരണം നിങ്ങളെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങളോളം മറ്റാർക്കും അറിയില്ല. ഭക്തരെ, കഴിഞ്ഞുപോയ കാലത്തെ മറക്കുക, എന്നാൽ അത് പഠിപ്പിച്ച പാഠങ്ങൾ മറക്കാതിരിക്കുക. വാക്കുകൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ചിലരുടെ ചുണ്ടിൽ മധുരവും ഹൃദയത്തിൽ വിഷവും ആയിരിക്കും. നിങ്ങളെ 2 തവണ നിരാശപ്പെടുത്തിയ വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക. ആദ്യത്തേത് ഒരു സൂചനയായിരുന്നു, രണ്ടാമത്തേത് ഒരു പാഠവും. നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം നിയന്ത്രിക്കുന്നുവോ അത്രയും നിങ്ങളുടെ ജീവിതം ശാന്തമായി മാറും. ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ്. ഏതൊരു മനുഷ്യൻ്റെയും വിജയത്തിന് പിറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.